കൊടുക്കാനുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പോരാൻ പറയും. വേറെ ഒന്നും വേണ്ട, അവിടെ പോയിട്ട് വേറെ ഒന്നും പറയണ്ട. നേരെ ചെന്നിട്ട് ഞങ്ങളുടെ അച്ഛൻ്റെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഒന്നും പറഞ്ഞതിന് അപ്പുറത്തെ ഒരു മോട്ടിവേഷണൽ സാധനവും നമുക്ക് ഒന്നും തോന്നിയിട്ടില്ല. ഒന്ന് പുള്ളിക്കാരി ചെറുപ്പത്തിലെ പറയുന്നൊരു സാധനമുണ്ട്, ഞങ്ങളെല്ലാം കൊച്ചുങ്ങളെല്ലാം വിളിച്ചിരുത്തി പറഞ്ഞു തരുന്നതാണ്. വടവൃക്ഷം പോലെ വളരണം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്നിട്ട് അതിന് വിശദീകരിക്കും. വടവൃക്ഷം പോലെ വളരുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ മരങ്ങളും അവരുണ്ടാക്കുന്ന പഴങ്ങൾ അവരല്ല കഴിക്കുന്നത്, അവർ മറ്റ് ജീവികൾക്ക്, സഹജീവികൾക്ക് കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കും. ഈ ചില്ലകളിലെല്ലാം രാത്രി പക്ഷികൾക്ക് കയറി ഉറങ്ങാനുള്ള സൗകര്യം കൊടുക്കും. ഇതിൻ്റെ താഴെ മറ്റ് മൃഗങ്ങൾക്കും മനുഷ്യരും തണലത്ത് വെയിൽ കൊള്ളാതെ വന്നിരിക്കാനുള്ള സൗകര്യം ചെയ്യും. ബാക്കി എല്ലാവർക്കും ഒരു അംബ്രലയായിട്ട് ബാക്കി എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ വളർന്ന് വലുതാവണം. എന്നാൽ നമ്മുടെ കൂടെയുള്ളവരെ മുഴുവൻ ആൾക്കാരെയും ചേർത്ത് പിടിക്കണം. ഇതിലപ്പുറമുള്ള സന്ദേശം എന്താ ഉള്ളത്? അതിലപ്പുറമുള്ള മോട്ടിവേഷണൽ മെസ്സേജ് ഇല്ല. എനിക്ക് അതിലപ്പുറമൊന്നും വലുതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതിനകത്തെല്ലാം ഉണ്ട്. നമ്മൾ വളർന്ന് വലുതായി അങ്ങ് നിൽക്കണം, വടവൃക്ഷമായിട്ട് നിൽക്കണം. ബാക്കി എല്ലാവർക്കും വന്ന് ചാരാനൊരു സ്ഥലമായിരിക്കണം. ബാക്കിയുള്ളവരെ സംരക്ഷിക്കണം. കൂടെയുള്ള സഹജീവികളെ മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്യണം. ബാക്കിയുള്ളവർക്ക് നമുക്ക് കൊടുക്കാവുന്നെല്ലാം ബാക്കിയുള്ളവർക്ക് കൊടുക്കുക. നമ്മളങ്ങ് സ്ട്രോങ് ആയിട്ട് വടവൃക്ഷം പോലെ നിൽക്കുക എന്ന് പറയുന്നതിനകത്ത് നമ്മൾ വളരണമെന്നും മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും സഹജീവികളെ സ്നേഹിക്കണമെന്നും കെയർ ചെയ്യണമെന്നും മുഴുവൻ സാധനം അതിനകത്തുണ്ട്. ഇവരൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ. അവിടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു ദിവസം ഒരു 25-30 പേര് വീട്ടിൽ ഊണ് കഴിക്കാനുണ്ട്. ആര് വന്നാലും ഇല മുറിച്ചുകൊണ്ട് വന്നോ ഇരുന്നോളാൻ പറയും, അത്രേ ഉള്ളൂ. വേറെ ഇങ്ങനെ ത്രൂ ഔട്ട് ഹോട്ടലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നൊരു സ്ഥലമായിരുന്നു. രണ്ടാമത് പുള്ളിക്കാരി പറഞ്ഞ വേറൊരു സാധനം, ഭയങ്കര ഇൻഡെപ്ത് സാധനമാണ്. പുള്ളിക്കാരി ഇതുവരെ ഒരു അമ്പലത്തിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരമ്പലത്തിൽ ഇത്രയും സ്പിരിച്വലായ ഒരാളെ ഞാൻ കണ്ടിട്ടുമില്ല. ഹൈലി സ്പിരിച്വലാണ്, പക്ഷേ ഒരു അമ്പലത്തിൽ പോലും പോയിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അമ്പലങ്ങളിലൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നമ്മളോട് പറയും, നിങ്ങൾ പോണേ പൊക്കോ, എൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനിവിടെ ഇരുന്ന് വിളിച്ചാൽ വരും. ഞാനിവിടെ ഇരുന്ന് വിളിച്ചാൽ അവർ എൻ്റെ അടുത്ത് വരും, അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലെന്ന് പറയും. ഇപ്പോൾ പറയുന്ന സാധനം എന്താണെന്നറിയോ? കൊടുക്കാനുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പോരാൻ പറയും. വേറെ ഒന്നും വേണ്ട, അവിടെ പോയിട്ട് വേറെ ഒന്നും പറയണ്ട. നേരെ ചെന്നിട്ട് കൊടുക്കാനുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പോരാൻ പറയും. കൊടുക്കാനുണ്ടാവണേ നിൻ്റെ ഉണ്ടാവണമല്ലോ എന്ന് പുള്ളിക്കാരെ എക്സ്പ്ലെയിൻ ചെയ്യും. കൊടുക്കാനുണ്ടെങ്കിൽ നിൻ്റെ തരും. നിൻ്റെ തന്നു കഴിഞ്ഞാലേ നിനക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കൊടുക്കുക എന്ന് പറഞ്ഞാൽ കാശ് മാത്രമല്ല, നിനക്ക് ആരോഗ്യം, നിനക്ക് സന്തോഷം, നിൻ്റെ പൈസ, സമ്പത്ത്, സർവ്വ ഐശ്വര്യം നിനക്കുണ്ടെങ്കിൽ മാത്രമേ വേറെ കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചാൽ നിൻ്റെ കാര്യം ഉറപ്പായില്ലേ? ഇത്ര സിമ്പിളാണ്. ഇതിലപ്പുറം വേറെ സാധനം എന്താ ഉള്ളത്?